താങ്ക് ഗോഡ്, സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ എല്ലാം ആഗ്രഹമാണ് നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധിക്കണം ആണേ. അതുപോലെ നമ്മൾ ഇറങ്ങുന്ന വഴികളൊക്കെയും ലക്ഷ്യത്തിലെത്തിച്ചേരണം, അതൊക്കെ ജയകരമായി തീരണം. പക്ഷെ ഇത് ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കാറുണ്ടോ? പലപ്പോഴും ഇല്ലെന്നായിരിക്കും ഉത്തരം. ചെയ്യുന്നതൊന്നും സാധ്യമായി തീരുന്നില്ല, അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്, അങ്ങും ഇഞ്ഞും എത്തുവാൻ കഴിയാതെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്നു. ഇറങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇറങ്ങി, എവിടെയെങ്കിലും എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയില്ല. അപ്പോൾ ഈ ഉത്തരമൊന്ന് മാറ്റി പറയണ്ടേ? ആഗ്രഹമില്ലേ ഈ ഉത്തരമൊന്ന് മാറ്റി പറയണമെന്ന്? അത് സാധ്യമായി, അതെ ഞാൻ എത്തി, അതെനിക്ക് നന്മയായി അനുഗ്രഹമായി, ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ടോന്നോ? അപ്പോൾ അങ്ങനെ എന്നെ കേൾക്കുന്ന ചിലർ ഇന്നു മുതൽ മാറ്റി പറയുവാൻ പോകുക. അപ്പോൾ ഈ ചോദ്യം ഏതാ? എങ്ങനെ നമ്മുടെ യാത്രകൾ ജയകരമായും നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധ്യവുമാക്കി തീർക്കാം? ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ച ഒരു സഹോദരൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്. കാരണം ആ സഹോദരൻ ഒരു പ്രാർത്ഥനാ വിഷയവുമായാണ് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചത്, നിങ്ങളിൽ പലരെയും പോലെ തന്നെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ പിതാവ് നീണ്ട വർഷങ്ങളായി ഒരു അറബ് രാജ്യത്താണ്, വിദേശത്താണ്. അപ്പോൾ ആ വിദേശത്ത് കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി വലിയ ത്യാഗത്തിൻ്റെ ഫലമാണ് ഓരോ വിദേശവാസവും അഥവാ പ്രവാസിയുടെ ജീവിതവും. ഭാര്യയുടെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയാതെ, ഭാര്യയ്ക്കൊപ്പം ചിലവഴിക്കേണ്ട നല്ല യൗവനം മുഴുവനും നഷ്ടപ്പെടുത്തി കളയുന്ന, മക്കളുടെ വളർച്ച കാണുവാൻ കഴിയാതെ, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ കഴിയാതെ, മാതാപിതാക്കളുടെ വാത്സല്യവും മാതാപിതാക്കൾക്ക് ആശ്രയമായി തീരേണ്ട സമയത്ത് അതിനും കഴിയാതെ, കൂട്ടുകാരുടെ സ്നേഹവും സഹകരണവും ബന്ധുക്കളുടെ ഇങ്ങനെ പലതും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഓരോ പ്രവാസിയും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉള്ളതുകൊണ്ട് അവർ വലുത് പ്രതീക്ഷിക്കും. കേട്ടിട്ടില്ലേ പണ്ടൊരു പാട്ട്, കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ. അപ്പോൾ അവിടെ നിന്ന് എന്തോ വലിയത് കിട്ടണമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ തന്നെയാണ് ആ പിതാവും, എന്നെ വിളിച്ച സഹോദരൻ്റെ പിതാവും കടന്നുപോയത്. പക്ഷേ എന്തെങ്കിലും കിട്ടിയോ? കിട്ടിയില്ല. സാധാരണ ഒരു ജോലി ഇവിടെയൊക്കെ ചെയ്ത് ജീവിക്കുന്നത് പോലെ പുള്ളി അവിടെ ജോലി ചെയ്ത് ജീവിച്ചു, മക്കളെ വളർത്തി വളരെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. വാടക വീടിൻ്റെ അവസ്ഥയാണ് ഈ മകൻ വിളിക്കുന്ന സമയത്തും. വീട് വാടകയ്ക്കല്ല എന്ന് മാത്രമേ ഉള്ളൂ, കുടുംബ വീട്ടിൽ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കുന്നു. അതിനൊരു സഹോദരൻ അവകാശിയായുണ്ട്. അപ്പോൾ പുള്ളിക്ക് യാതൊന്നും നല്ലതൊന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് പുള്ളിയുടെ മൂത്ത സഹോദരൻ വിദേശത്തേക്ക് കടന്നുപോയി. ആസ് യൂഷ്വൽ അത് തന്നെ, അപ്പൻ്റെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ. നാട്ടിൽ ജോലി ചെയ്യുന്നത് പോലെ വിദേശത്തും പോയി ജോലി ചെയ്യുന്നു, അതിലപ്പുറം ഒന്നുമില്ല. അപ്പോൾ ഈ സഹോദരൻ്റെ ആവശ്യം എൻ്റെ അപ്പനും എൻ്റെ മൂത്ത ജ്യേഷ്ഠനും കടന്നുപോയി. അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ എനിക്ക് അവരുടെ ആഗ്രഹങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും സാധിപ്പിക്കണം. എനിക്കൊരു ഭവനം വയ്ക്കണം. എൻ്റെ താഴെയുള്ളത് സഹോദരിയാണ്, അവളുടെ വിവാഹത്തിന് വേണ്ടി ചിലത് കരുതി വയ്ക്കണം. അതിന് ഞാൻ എന്തു ചെയ്യണം? ചോദ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പുള്ളിക്കറിയാം. പുള്ളിക്ക് ആവശ്യം ഞാൻ ഏത് ബൈബിൾ ഭാഗം വായിച്ച് ഞാൻ പ്രാർത്ഥിക്കണം, ഈ വിഷയത്തിന് വേണ്ടി ഏത് ബൈബിൾ ഭാഗം വായിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുവാനുള്ളത്. പുള്ളി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് വായിക്കുവാൻ പറയുവാൻ ഒരു വേദഭാഗം എനിക്ക് തന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, ഭക്തനായ യാക്കോബിൻ്റെ യാത്ര. ആ യാത്രയിൽ യാക്കോബിൻ്റെ പ്രാർത്ഥനയും ദൈവസന്നിധിയിലുള്ള തീരുമാനങ്ങളും. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ വേദഭാഗത്തോടൊപ്പം പ്രാർത്ഥിച്ചു തുടങ്ങി. അടുത്ത ദിവസങ്ങളിൽ തന്നെ മുൻപ് തീരുമാനിച്ചതുപോലെ അദ്ദേഹം വിദേശത്തേക്ക് കടന്നുപോയി. ഇന്ന് ഈ സമയം ഞാൻ ഈ മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോഴും അദ്ദേഹം പ്രൈസർ ഫാമിലി കുടുംബത്തിലെ ഒരു അംഗമായി തുടരുന്നു. അതിലുപരിയായി ഒരു സ്ട്രോങ് പില്ലറായി തന്നെ, പ്രൈസർ ഫാമിലിയുടെ ഒരു സ്ട്രോങ് പില്ലറായി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ അദ്ദേഹവും ആയിരിക്കുന്നു. അദ്ദേഹം ഒരു ഭവനം പണിതു. ചെറിയ ബാധ്യതകളുണ്ട്. അതിനേക്കാളുപരി തൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ അദ്ദേഹം ചേർത്ത് വച്ചു. അതിനുവേണ്ടി മുൻപോട്ടിറങ്ങുവാനുള്ള സാഹചര്യങ്ങളെ കർത്താവ് തൻ്റെ യാത്രയെ ജയകരമാക്കി അദ്ദേഹത്തിന് നൽകി. തൻ്റെ പിതാവിനും തൻ്റെ സഹോദരനും കഴിയാത്തത് ആ സഹോദരൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി. ആരെപ്പോലെ? ഭക്തനായ യാക്കോബിനെ പോലെ. അതേ യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സഹോദരൻ പ്രാർത്ഥിച്ചു. യാക്കോബിനെ മാനിച്ച ദൈവം ആ സഹോദരനെ മാനിച്ചു. ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവിനാൽ എന്നെ കേൾക്കുന്ന ചിലരോടായി ഞാൻ ഇങ്ങനെ പറയട്ടെ, അതെ, യാക്കോബിനെ മാനിച്ച ദൈവം, യാക്കോബിനെ വർദ്ധിപ്പിച്ച ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിൻ്റെ യാത്ര ശുഭകരവും ജയവുമാക്കി തീർത്ത ദൈവം, യാക്കോബിന് കാര്യം സാധിപ്പിച്ച് നൽകിയ ദൈവം, അതെ, നിങ്ങൾക്കും കാര്യം സാധിപ്പിച്ച് നൽകിയ നിങ്ങളുടെ യാത്രയും കർത്താവ് ശുഭകരമാക്കി തീർക്കുവാൻ പോകുക. അതേ സഹോദര സഹോദരി, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരുന്ന, നിങ്ങളുടെ യാത്രകൾ ജയകരമായി തീരുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ യാത്രകളിൽ നിന്ന് നിങ്ങൾക്ക് നേടുവാൻ കഴിയുന്ന നല്ല ദിവസങ്ങളായി നിങ്ങൾക്ക് മുമ്പിലുള്ള ദിവസങ്ങൾ മാറുവാൻ പോകുക. അപ്പോൾ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. യാക്കോബ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എന്തിനാണ് ഇന്നു മുതൽ യാക്കോബിനെ പോലെ ആ വചനത്തിനൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം. വളരെ ശ്രദ്ധയോടെ ആയിരുന്നാട്ടെ. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വാക്യം വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പായി ഈ വാക്യങ്ങൾ, ഇത് ഭക്തന്റെ പ്രാർത്ഥനയും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും ദൈവത്തിൻ്റെ വചനവുമാണ്. അപ്പോൾ ഈ വചനം വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. ഈ പ്രാർത്ഥനയെ ശക്തിയേറിയതാക്കി അല്ലെങ്കിൽ തൻ്റെ പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിന് കാരണമാക്കി മാറ്റുന്ന 1-2 കാര്യങ്ങൾ തന്നെ. ഒന്നാമതായി ആ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. 20-ാമത്തെ വാക്യം, യാക്കോബ് ഒരു നേർച്ച നേർന്നു. പ്രാർത്ഥന തുടങ്ങുന്നത് യാക്കോബിൻ്റെ നേർച്ചയോടെയാണ്. എന്താണ് യാക്കോബിൻ്റെ നേർച്ച? യാക്കോബ് ദൈവത്തോട് തൻ്റെ ആവശ്യം ആദ്യമേ ഉന്നയിക്കുകയാണ്. ദൈവമേ, എൻ്റെ യാത്രയിൽ നീ കൂടെ ഇരുന്ന് ഞാൻ പോകുന്നിടത്ത് എന്നെ പരിപാലിച്ച് എനിക്ക് ആഹാരം നൽകി എനിക്ക് വേണ്ടതൊക്കെയും നൽകി എന്നെ അനുഗ്രഹിച്ച് ഞാൻ ഇട്ടേച്ചു പോകുന്ന എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി വരുത്തുമെങ്കിൽ. അപ്പോൾ ആദ്യം തൻ്റെ ആവശ്യം ദൈവത്തോട് അറിയിക്കുന്നു. തുടർന്ന് അങ്ങനെ നീ ചെയ്യുമെങ്കിൽ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, അങ്ങനെ നീ ചെയ്യുമെങ്കിൽ ഞാൻ നാട്ടിയിരിക്കുന്ന ഈ കല്ല്, അതായത് ലൂസ് എന്ന മരുഭൂമിയിൽ യാക്കോബ് രാത്രി വേളയിൽ ഒറ്റയ്ക്കായിരിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവോ അപ്പനോ സഹോദരനോ ആരുമില്ലാതെ മരുഭൂമിയുടെ ഏകാന്തതയിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവിടെ ഒരു കല്ല് നാട്ടി അത് തലയിണയായി വെച്ചാണ് യാക്കോബ് കിടക്കുന്നത്, അല്ലെങ്കിൽ യാക്കോബ് കിടക്കുവാൻ പോകുന്നത്. ആ കല്ലിനെ ചൂണ്ടിക്കാട്ടി യാക്കോബ് പറയുകയാണ്, ഈ കല്ല് നിന്റെ ആലയമായിരിക്കും. നീ എന്നെ അനുഗ്രഹിക്കുമെങ്കിൽ, എൻ്റെ യാത്രയിൽ നീ കൂടിയിരിക്കുമെങ്കിൽ, എനിക്ക് വേണ്ടതൊക്കെ നീ തരുമെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെങ്കിൽ, എനിക്ക് മുമ്പേ യാത്ര തിരിച്ച ഒത്തിരി പേർ അവർക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെങ്കിൽ, എനിക്കത് നേടുവാൻ കഴിയുമെങ്കിൽ ഇവിടം അതെ നിന്റെ ആലയമായിരിക്കും. എനിക്ക് കിട്ടുന്നതിലൊക്കെയും നിനക്ക് ഓഹരി ഉണ്ടായിരിക്കും. ഒരു ഉടമ്പടി ഉണ്ടാകുകയാണ്. നോക്കൂ, വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവം മനുഷ്യനുമായി വയ്ക്കുന്ന ഒത്തിരി ഉടമ്പടികൾ കാണുവാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഒരു മനുഷ്യൻ സർവശക്തനായ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അക്കമിട്ട് വിവരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മോശയിലൂടെ അത് കേൾക്കുകയാണ്. എന്താണ്? നീ പോകുന്നിടത്തൊക്കെയും നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ആടുമാടുകൾ അനുഗ്രഹിക്കപ്പെടും, നീ അകത്ത് അനുഗ്രഹിക്കപ്പെടും, നീ പുറത്ത് അനുഗ്രഹിക്കപ്പെടും, നീ വാലല്ല തലയാകും. അനുഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ. അതേ, ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവത്തിന് തരുവാനുള്ളത് അനുഗ്രഹമാണ്. ലോകം നമ്മെ ശപിക്കുമ്പോൾ, ലോകത്തിൽ നിന്ന് നമുക്ക് ശാപഗ്രസ്തമായത് ലഭിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം ഭക്തന് അനുഗ്രഹീതമായത് തരും. അതേ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോഴും ദൈവത്തിൽ നിന്നെന്ന പേരിൽ ശാപകരമായ എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, അത് ദൈവത്തിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന്, അഥവാ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിൽ നിന്ന്. നോക്കൂ, ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പിന്നെയും ക്ഷണിക്കുകയാണ്. ആവർത്തന പുസ്തകം 28 അനുഗ്രഹങ്ങൾ 2-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ വളരെ വിശദമായി രേഖപ്പെടുത്തുമ്പോൾ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, നീ എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെങ്കിൽ. അവിടെ ദൈവം ഒരു ഉടമ്പടി വയ്ക്കുകയാണ്. എന്താണ്? നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, അതിനു മുമ്പ് നീ എന്തു ചെയ്യണം? എൻ്റെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് എൻ്റെ വചനങ്ങൾ, എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. ദൈവം മനുഷ്യരുമായി ഉടമ്പടി വയ്ക്കുന്നു. ഇവിടെ ഭക്തനായ യാക്കോബ് ദൈവവുമായി
ദൈവവുമായി ഉടമ്പടി വയ്ക്കുന്നു. ഉടമ്പടി ഭക്തനെ മാറ്റും. ദൈവം മനുഷ്യനുമായി ഏർപ്പെടുന്ന ഉടമ്പടിയാണെങ്കിലും മനുഷ്യൻ ദൈവവുമായി ഏർപ്പെടുന്ന ഉടമ്പടിയാണെങ്കിലും ഉടമ്പടികൾ ഭക്തനെ മാറ്റും. ഉടമ്പടി ഭക്തനെ മാറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉടമ്പടി ചെയ്യുന്നു, അഥവാ നേർച്ച നേരുന്ന ഭക്തൻ. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് ദൈവനാമത്തിന് പ്രയോജനമായി തീരും എന്ന് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഉറപ്പ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒത്തിരി ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം വലിയ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ അടുക്കൽ വന്ന എല്ലാവരെയും അവൻ സൗഖ്യമാക്കി. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കുരുടന്മാർക്ക് കാഴ്ച നൽകി. അങ്ങനെ നൂറായിരം അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങൾക്കെല്ലാം പിന്നിൽ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ് ലക്ഷ്യം? ഈ ഭൂമിയിലുള്ള മനുഷ്യരെ മുഴുവൻ സുഖമാക്കുക എന്നതാണോ? അങ്ങനെയാണെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി രോഗികളെ സൗഖ്യമാക്കുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അതിനുവേണ്ടി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ പ്രപഞ്ചത്തിൽ അടങ്ങാത്ത ദൈവം ഭൂമിയിൽ ഇറങ്ങി വരേണ്ട കാര്യമുണ്ടോ? ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ച് അതിൻ്റെ ആവശ്യമുണ്ടോ? നല്ല കുറേ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും നല്ല കുറേ ഡോക്ടർമാരെയും നൽകിയാൽ പോരെ? അപ്പോൾ എന്തിനാ ദൈവം വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത്? ദൈവം പ്രവർത്തിച്ചതിനെല്ലാം പിന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുക. ഏത് അത്ഭുതത്തിന് പിന്നിലും, ദൈവത്തിൽ നിന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു വിടുതലിൻ്റെ പിന്നിലും ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ നാമം മഹത്വപ്പെടണം. അവൻ്റെ നാമം മഹത്വപ്പെടണം. തൻ്റെ നാമം മഹത്വമെടുക്കണം. തൻ്റെ നാമം ഉയരണമെന്നുള്ള സ്വാർത്ഥതയാണ്, ദൈവത്തിൻ്റെ സ്വാർത്ഥതയാണ് എൻ്റെയും നിങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. അല്ലാതെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ല. ഒറ്റ കാര്യം മാത്രം: എൻ്റെയും നിങ്ങളുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരുമ്പോൾ, നാം ചോദിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ ദൈവത്തിൻ്റെ നാമം ഉയരുമോ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ചോദിക്കുന്നതിനെല്ലാം ദൈവം ഉത്തരം തരികയോ മീൻസ് ആ കാര്യങ്ങളെല്ലാം സാധ്യമായി തീരുകയോ ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ ചോദിക്കുന്നതിനെല്ലാം അല്ല ദൈവം ഉത്തരം നൽകുന്നത്. മറിച്ച് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുമെങ്കിൽ ദൈവം അതിന് ഉത്തരം തരും. അല്ലാത്തൊരു ഉത്തരം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അല്ലാത്തൊരു വിടുതൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗത്ശമനയിലെ പ്രാർത്ഥന. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ധാരാളം പ്രാർത്ഥിച്ചു. ഓരോ അത്ഭുതങ്ങൾക്ക് പിന്നിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തികഞ്ഞൊരു പ്രാർത്ഥനാ മനുഷ്യനായാണ് ഈ ഭൂമിയിലായിരുന്നത്. അപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചതിനൊക്കെ ദൈവം ഉത്തരം നൽകി. എന്നാൽ ഗത്ശമനയിലെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയില്ല. കാരണം ദൈവത്തിന് അറിയാം, ആ അർദ്ധരാത്രി ഗത്ശമനയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കയറാതെ രക്ഷിച്ചാൽ ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കത്തില്ല. എനിക്കും നിങ്ങൾക്കും പറഞ്ഞു സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഒന്നും ഉണ്ടാകത്തും ഇല്ല. അതെ, അപ്പോൾ എന്ത് ചെയ്യണം? ക്രൂശ്. ആ ക്രൂശാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ ഇടയായിത്തീരുന്നത്. അതെ, ചില ക്രൂശുകൾ സഹിക്കേണ്ടി വരുമ്പോൾ സങ്കടം വരാറുണ്ട്, അല്ലേ സഹോദര സഹോദരി? അയ്യോ, ഈ കഷ്ടം എൻ്റെ ജീവിതത്തിൽ വന്നല്ലോ, ഈ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നല്ലോ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ, എനിക്ക് മറുപടി തന്നില്ലല്ലോ, കള്ളനാണ് ദൈവം, എന്നെ പറ്റിച്ചു, എൻ്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞവരെല്ലാം എന്നെ പറ്റിച്ചു, അയ്യോ 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 പറഞ്ഞ് വിഷമിക്കുമ്പോൾ തിരിച്ചറിയും ദൈവനാമം നീ ചോദിച്ച ആ സമയത്ത്, നീ ആയിരുന്ന അവസ്ഥയിൽ നിനക്ക് മറുപടി കിട്ടിയാൽ മഹത്വപ്പെടത്തില്ല. പിന്നെ എവിടെ? ക്രൂശിൽ. അതെ, അത് മഹത്വം എടുക്കും. ഉയർപ്പ് ആ മഹത്വത്തിൻ്റെ മകുടമായി മാറും. അയ്യോ, ഈ അവസ്ഥയിൽ നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ, അങ്ങനെയല്ലേ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സഹോദരന് രോഗമായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ജീവിക്കുമായിരുന്നു. അത് യേശുവിനും അറിയാം, വായിക്കുന്ന നമുക്കും അറിയാം. പക്ഷേ ദൈവനാമം മഹത്വം എടുക്കണമെങ്കിൽ അവൻ കല്ലറയിൽ നിന്ന് ജീവിക്കണം. അതെ, ചില കല്ലറകൾ നിങ്ങളിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാ. അതെ, അവിധത്തിൽ എന്നെ കേൾക്കുന്ന ചിലരിലൂടെ എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ പോകുക. ഈ സഹനം, ഈ കഷ്ടത നിങ്ങളിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വമായി മാറുവാൻ വേണ്ടിയാ. നിങ്ങളിലൂടെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ വേണ്ടിയാ. കർത്താവിൻ്റെ പേരോട് ചേർത്ത് നിങ്ങളുടെ പേർ ദേശത്തിൽ അറിയപ്പെടുവാൻ വേണ്ടിയാ. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? നമ്മളിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ആ ഉറപ്പ് കൊടുക്കണം. ദൈവമേ, നീ ഇന്ന കാര്യം എനിക്ക് തന്നാൽ അതിലൂടെ നിന്റെ നാമം ഞാൻ ഉയർത്തും. അപ്പോൾ അവിടെ നോക്കിയേ എന്താ സംഭവിക്കുന്നത്? ആ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് 32-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യാക്കോബ് ഇങ്ങനെ തന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. ദൈവമേ, ഞാൻ ഒരു വടിയോടുകൂടെ കടന്നുപോയി,
ഇപ്പോൾ 2 കൂട്ടമായി ഞാനിതാ മടങ്ങി വരുന്നു. വചനം പറയുന്നു, യാക്കോബ് ഒരു വടിയോടുകൂടെ കടന്നുപോയി. 2 വലിയ കൂട്ടമായി അവൻ മടങ്ങി വന്നു. അവനെ ദൈവം അനുഗ്രഹിച്ചു. പ്രാർത്ഥന കേട്ട ദൈവം യാക്കോബിന് മറുപടി നൽകി. അതിന്റെ ഫലമായി ദൈവത്തിന്റെ നാമം എങ്ങനെയാണ് ഉയർന്നത്? വചനം പിന്നെയും പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യാക്കോബ് ദൈവസേനയിൽ നേർച്ച നേർന്ന ലൂസ് എന്ന ജാതീയ പട്ടണത്തിൽ, ആ ജാതീയ പട്ടണത്തിൻ്റെ ഭാഗമായ മരുഭൂമിയിൽ യാക്കോബ് ഒരു ആലയം പണിതു. അവിടെ ദൈവത്തിന് അവൻ യാഗം കഴിച്ചു. എന്ത് സംഭവിക്കുന്നു? ലൂസ് എന്ന ജാതീയ പട്ടണം, ലൂസ് എന്ന മരുഭൂമി, അത് ബഥേലായി മാറുന്നു, ദൈവത്തിൻ്റെ ഭവനമായി മാറുന്നു. ശ്രദ്ധിക്കണമേ, യാക്കോബ് പ്രാപിച്ച അനുഗ്രഹത്തിൻ്റെ ഫലമായി ലൂസ് എന്ന പട്ടണം ദൈവത്തിനുള്ളതായി മാറുന്നു. അതേ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ റെഡിയാണല്ലോ? ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ ആവശ്യവും നിറവേറണം, ദൈവത്തിൻ്റെ നാമവും അതിലൂടെ ഉയരണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കാവൂ. അതിന് മാത്രമേ ദൈവം മറുപടി തരത്തുള്ളൂ. അല്ലാതെ ഒരു സഹോദരൻ ഇടയ്ക്ക് എന്നെ വിളിച്ച് പകുതി തമാശയായി പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവദാസനെ ഞാനിത്തിരി മദ്യപിക്കും. വലിയ ക്രെഡിറ്റ് പോലെ പറയുക. ശരി, പറഞ്ഞോ സഹോദരനെ. അല്ല, ഞാൻ ഈ കുടിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ വീട്ടുകാർക്കുമൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ആരും അറിയാതെ രഹസ്യത്തിൽ എൻ്റെ മുറിക്കകത്ത് ഇരുന്ന് തന്നെ അടിക്കുവാൻ തക്കവണ്ണം അതിന് മണമൊന്നുമില്ലാത്ത വില കൂടിയ മദ്യം വേണം. വില കൂടിയ മദ്യം വാങ്ങുവാനുള്ള വഴി തുറന്നു തരണം. പുള്ളി എന്നോട് ആവശ്യപ്പെടുക. അപ്പോൾ ഇതുപോലുള്ള പ്രാർത്ഥന വിഷയങ്ങളുമായിട്ടൊന്നും നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലോട്ട് പോകരുത്. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ദൈവത്തിൻ്റെ നാമം നിങ്ങളുടെ ഉയരുന്ന ആവശ്യങ്ങളായിരിക്കണം നിങ്ങൾക്കുണ്ടാകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്നതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാൻ കഴിയണം. അപ്പോൾ റെഡിയാണോ? പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? ദൈവമേ, നീ എന്നോട് കൂടെ ഇരുന്ന് എൻ്റെ യാത്രയിൽ എന്നെ പരിപാലിച്ച് എനിക്ക് വേണ്ടതൊക്കെയും നൽകി ആ ജോലി സ്ഥലത്ത് എന്നെ അനുഗ്രഹിച്ച്, ഞാനായിരിക്കുന്ന ജോലി സ്ഥലത്ത്, ഞാൻ കടന്നു പോകുന്ന ജോലി സ്ഥലത്ത് എന്നെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെയും എനിക്ക് നൽകി. എനിക്ക് എന്തൊക്കെ ആവശ്യമായി ഞാൻ ആ ജോലിക്കായി ഇറങ്ങിത്തിരിക്കുന്നുവോ, ഞാൻ രാജ്യത്തായിരിക്കുന്നുവോ അവിടെ എനിക്ക് അതൊക്കെയും നൽകി. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ, എൻ്റെ ബന്ധുക്കളുടെ മധ്യത്തിൽ, എന്നെ അറിയുന്നവരുടെ മധ്യത്തിൽ നീ എന്നെ മാനിച്ചാൽ ഞാൻ അങ്ങയുടെ ആലയമായി, അങ്ങയുടെ നാമം ഉയർത്തുന്നവനായി മാറേ. പ്രാർത്ഥിക്ക്, ആരും മൗനമായിരിക്കരുത്. പ്രാർത്ഥിക്ക്. സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് നീ പ്രതീക്ഷയോടെ കടന്നു പോകുവാൻ ആഗ്രഹിച്ച് ഒരുങ്ങിയായിരിക്കുന്ന ആ യാത്രയെ മുൻനിർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, എന്നോട് കൂടെ ഇരുന്ന് എൻ്റെ യാത്രയിൽ എന്നെ കാത്തു പരിപാലിച്ച് എനിക്ക് വേണ്ടതൊക്കെയും നൽകി ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെയും നീ എനിക്ക് തന്നാൽ ദൈവസന്നിധിയിൽ നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. നീ പ്രാർത്ഥിക്കുവാനായി തുടങ്ങുമ്പോൾ ഒരു വടിയുമായി കടന്നു പോയവനെ വലിയ 2 കൂട്ടവുമായി മടക്കി വരുത്തിയ ദൈവം, വർദ്ധിപ്പിച്ച് മടക്കി വരുത്തിയ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. അതേ സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് നിന്നെ വർദ്ധിപ്പിക്കും. ഒന്നുമില്ലായ്മയും കഷ്ടതയും ദാരിദ്ര്യവുമായി കടന്നുപോയ നിന്നെ എൻ്റെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. നിന്റെ ദാരിദ്ര്യം മാറുവാൻ പോകുക, നിന്റെ ഇല്ലായ്മ മാറുവാൻ പോകുക, നിന്റെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം, നിന്റെ ആവശ്യങ്ങൾക്കൊത്തവണ്ണമുള്ളത് അവിടെ നിന്ന് ആ യാത്രയിൽ എൻ്റെ ദൈവം നൽകി. താങ്ക് ഗോഡ്. നീ ചെയ്യുന്നത് സാധ്യമായി തീരും വിധം എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നിന്നെ വർദ്ധിപ്പിക്കും, നിന്നെ ദൈവം മടക്കി വരുത്തും അനുഗ്രഹീതനായി. വർദ്ധിപ്പിച്ച് എൻ്റെ ദൈവം നിന്നെ മടക്കി വരുത്തും. ശത്രു പറയുന്നുണ്ട്, നീ പെയ്യതുപോലെ മടങ്ങി വരും. എന്തും കൊണ്ട് വരുമെന്ന് കാണാം. ചിലതൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ ശത്രുവിൻ്റെ വിധം മാറി. ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നവനൊക്കെ ശത്രുക്കളായി മാറി. അവന് പലതും കിട്ടിയാതല്ലേ സഹോദര, സഹോദരിയും അവനങ്ങ് എന്തൊക്കെ ആയിപ്പോയി. ഇനി അങ്ങനെ കൂടുതൽ ആകണ്ട, നീ അങ്ങനെ കൂടുതൽ ആകണ്ട എന്ന് പറഞ്ഞ് നീ നഷ്ടപ്പെട്ടവനായി മടങ്ങി വരുവാൻ കാത്തിരിക്കുന്നവർ. സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ അവർക്ക് സന്തോഷമായി, കൊറോണ വന്നപ്പോൾ അവർക്ക് സന്തോഷമായി, ജോലിയില്ലാതെ നീ വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിരിക്കുന്നു എന്ന് അവരറിഞ്ഞപ്പോൾ കണ്ടപ്പോൾ സന്തോഷമായി. നീ ഒന്നുമില്ലാതിരിക്കുന്നത് കാണുവാൻ കാത്തിരിക്കുന്നവർ അവർ നീ വലിയ കൂട്ടത്തോടെ വരുന്നത് കാണുവാൻ പോകുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക. നീ എന്നെ വർദ്ധിപ്പിച്ചാൽ ഞാൻ ആയിരിക്കുന്നിടം
ഞാൻ, എൻ്റെ കുടുംബം നിൻ്റെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടാം. എനിക്ക് ലഭിക്കുന്നതൊക്കെയും അങ്ങയുടെ നാമമഹത്വത്തിനായി ഞാൻ പ്രയോജനപ്പെടുത്താം. കർത്താവ് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ വർദ്ധിപ്പിക്കും. പ്രിയരെ, നിങ്ങളുടെ യാത്രയെ ശുഭകരമാക്കി തീർക്കും. കടന്നു പോകുന്ന രാജ്യത്ത് നിങ്ങൾക്ക് നന്മയുണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അതെ, പലർക്കും കഴിയാത്തത് നിങ്ങൾക്ക് മുമ്പേ യാത്ര ചെയ്ത് പലർക്കും നേടിയെടുക്കുവാൻ കഴിയാത്തത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് അവസരമൊരുക്കി തരും. അപ്പോൾ പ്രാർത്ഥിക്ക് സഹോദരി. ദൈവമേ, എൻ്റെ ഭർത്താവിൻ്റെ ഭവനത്തിൽ നീ എന്നോട് കൂടിയിരുന്ന് എനിക്ക് വേണ്ടതൊക്കെയും തന്ന് എന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുമെങ്കിൽ സഹോദരി, നിന്റെ കരം ഉദരത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ഈ ഭവനത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ ഭവനത്തിൽ, നീ എന്നെ അയച്ച ഈ ഭവനത്തിൽ നീ എന്നോട് കൂടിയിരുന്ന് എന്നെ വർദ്ധിപ്പിക്കുമെങ്കിൽ അതെ, ഞാനും നീ എനിക്ക് തരുന്ന തലമുറയും ഞങ്ങൾ കുടുംബമായി നിന്റെ നാമ മഹത്വത്തിനായി പ്രയോജനപ്പെടും. ഉദരത്തിൽ ദൈവശക്തി വ്യാപരിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ അവിടെ വർദ്ധിക്കുവാൻ പോകുക. ഒറ്റയ്ക്കായതുകൊണ്ട് നിന്നെ വലിച്ചു പറിച്ചു പുറത്ത് കളയാമെന്ന് നോക്കിയിരിക്കുന്ന പന്ന പിശാചിന്റെ മുഖം യേശുവിൻ നാമത്തിൽ, അതേ സഹോദരി, നീ അവിടെ വർദ്ധിക്കുവാൻ പോകുക. പ്രാർത്ഥിക്കേ, ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പാ, ഈ ഭവനത്തിൽ നീ എന്നെ അനുഗ്രഹിക്കുമെങ്കിൽ, ഈ ഭവനം എനിക്ക് അനുഗ്രഹമായി തീരുമെങ്കിൽ, എൻ്റെ ഭർത്താവിനൊപ്പം ഈ കുടുംബത്തിലുള്ളവർക്കൊപ്പം സന്തോഷത്തോടെ എനിക്ക് ജീവിക്കുവാൻ കഴിയുമെങ്കിൽ എൻ്റെ ഭവനം നിൻ്റെ നാമ മഹത്വത്തിനായി പ്രയോജനപ്പെടും. ഞാൻ നിൻ്റെ നാമം ഉയർത്തുന്നവളായി മാറും, ഞാനും എൻ്റെ കുടുംബവും. സഹോദര, പ്രാർത്ഥിക്കേ. നിന്റെ ഭാര്യ ഒന്നിച്ച് നിനക്ക് സന്തോഷമായി ഇനിയും ജീവിക്കുവാൻ ദൈവം ഒരു അവസരം തരുമെങ്കിൽ, താങ്ക് ഗോഡ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. തീരുമാനമെടുക്കുവാൻ റെഡിയാണോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുക്കുവാൻ റെഡിയാണോ? ദൈവം നിന്നെ കാത്തു പരിപാലിക്കും, ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. നീ ഒറ്റയ്ക്കായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ, നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കൾ, നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കൾ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ഒറ്റയ്ക്ക് ആ വലിയ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. അതെ, പ്രാർത്ഥിക്കുക കുഞ്ഞേ. ദൈവമേ, എൻ്റെ യാത്രയിൽ നീ എന്നോട് കൂടിരുന്ന് ഞാൻ ചെന്ന് കയറുവാൻ പോകുന്ന ഭവനത്തിൽ എന്നെ അനുഗ്രഹിച്ച് എന്നെ വർദ്ധിപ്പിക്കുമെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ സ്വപ്നം കാണുന്ന ആ സന്തോഷം ആ ഭവനത്തിൽ നീ എനിക്ക് തരുമെങ്കിൽ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ എൻ്റെ അപ്പൻ്റെ നാമം മഹത്വപ്പെടും. അതിന് തക്കവണ്ണം ഞങ്ങൾ ജീവിക്കും. ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കുന്ന ഒത്തിരി പേരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് ഞങ്ങൾ ജീവിക്കും. ദൈവസേനയിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്ക്. ആ കുടുംബജീവിതത്തിലേക്കുള്ള യാത്ര അത് ശുഭകരമായി, അത് അനുഗ്രഹമായി മാറുവാൻ പോകുക. ആ വിവാഹം നീ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കും. മാതാവേ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പാ, എൻ്റെ മക്കളായിരിക്കുന്ന ആ വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായി ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെങ്കിൽ, നീ അവർക്കൊപ്പമായിരിക്കുമെങ്കിൽ എൻ്റെ തലമുറകൾ അങ്ങയുടെ നാമം ഉയർത്തുന്നവരായി മാറും. താങ്ക് ഗോഡ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ അങ്ങയുടെ നാമ മഹത്വത്തിനായി പ്രയോജനപ്പെടും. ആമേൻ. പ്രാർത്ഥിക്കും. മാതാവേ, നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസ മേഖലയിൽ റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. ആ പരാജയം മാറുവാൻ പോകുക. അതേ, ഈ ദിവസങ്ങളിലായിരിക്കുന്ന പരാജയം മാറുവാൻ പോകുക. അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ എത്തിച്ചേരുവാൻ പോകുക. ആ ഡിഗ്രി അവർ കരസ്ഥമാക്കുവാൻ പോകുക. നീ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി സാഹചര്യങ്ങൾ അനുകൂലമായി മാറുവാൻ പോകുക. ഒഴിവുകൾ ഉണ്ടാകുവാൻ പോകുക. അവർക്ക് പഠിക്കേണ്ട സ്ഥാപനത്തിൽ ഒഴിവുകൾ ഉണ്ടാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ മകനോട് നീ കൂടെ ഇരുന്ന് അവൻ അവിടെ ഒരു അഡ്മിഷൻ നൽകി അവന് പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ നൽകി അങ്ങ് മാനിക്കുമെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം എൻ്റെ തലമുറകളിലൂടെ നീ എനിക്ക് നൽകുമെങ്കിൽ, ഞാനും എൻ്റെ കുടുംബവും അങ്ങയുടെ നാമ മഹത്വത്തിനായി പ്രയോജനപ്പെടും. അവനിലൂടെ ലഭിക്കുന്നതൊക്കെ അങ്ങയുടെ നാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തും. പ്രാർത്ഥിക്കുക. ആ അഡ്മിഷൻ ലഭിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറയിലൂടെ ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ പോകുക. ആ രാജ്യത്തിൻ്റെ വാതിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറന്നു തരിക. യേശുവിൻ നാമത്തിൽ അടഞ്ഞുപോയ വാതിലുകൾ തുറന്നു വരുന്ന കൃപയ്ക്കായി. ആമേൻ. താങ്ക് ഗോഡ്. യേശുവേ, എൻ്റെ മകനോട് അങ്ങ് കൂടിരുന്ന് അവനായിരിക്കുന്ന ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് അവനെ വിടുവിച്ച്, ദുശീലങ്ങളിൽ നിന്ന് വിടുവിച്ച്, മോശം സ്വഭാവത്തിൽ നിന്ന് വിടുവിച്ച്, അപ്പാ, ഞാൻ ആഗ്രഹിച്ചതുപോലെ അവനെ പുറത്തു കൊണ്ടുവരുമെങ്കിൽ, കർത്താവേ, ഞാനും അവനും ഞങ്ങൾ കുടുംബം ഒന്നിച്ച് അങ്ങയുടെ നാമം ഉയർത്തുന്നവരായി നിൽക്കും. ഞങ്ങളുടെ ജീവിതം ഇനി അങ്ങേക്കുള്ളതാണ്. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ?
ആ മദ്യപാനത്തിൻ്റെ ബന്ധനങ്ങളെ അഴിച്ച്, ആ കെട്ടുകളെ പൊട്ടിച്ച് എൻ്റെ കർത്താവ് നിന്റെ തലമുറകളെ തിരികെ കൊണ്ടുവരുവാൻ പോകുക. അവർ കടന്നുപോയ സ്ഥാനത്ത്, അവർ പ്രതീക്ഷയോടെ നോക്കിയ സ്ഥാനത്ത് പലതും കിട്ടാത്തതുകൊണ്ട് നിരാശപ്പെട്ട് ലോകത്തിൻ്റെ വഴികളിൽ പെട്ടുപോയ നിന്റെ തലമുറകളെ വർദ്ധിപ്പിച്ച് എൻ്റെ ദൈവം നിന്റെ അടുക്കലേക്ക് മടക്കി വരുത്തുവാൻ പോകുക. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. അതെ, ആ ബിസിനസ്സിനെ സഹോദരി പ്രാർത്ഥിക്കേ, കർത്താവേ എൻ്റെ ബിസിനസ്സിൽ അങ്ങ് കൂടിരുന്നു അത് ലാഭകരമായി മാറി ഞാൻ ആഗ്രഹിച്ചതൊക്കെ അതിലൂടെ നേടിയെടുക്കുവാനും എൻ്റെ ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുവാനും നീ അവസരം ഒരുക്കുമെങ്കിൽ, അപ്പാ എൻ്റെ നിന്ദയും നിരാശയും അപമാനവും മാറുവാൻ നീ അവസരം ഒരുക്കുമെങ്കിൽ, എൻ്റെ ബിസിനസ്സും ഞാനും അങ്ങയുടെ നാമം ഉയരുവാനായി പ്രയോജനപ്പെടും. ഇതിൽ നിന്ന് കിട്ടുന്നത് അങ്ങയുടെ നാമ മഹത്വത്തിനായി ഞാൻ ചിലവഴിക്കും. പ്രാർത്ഥിക്കുക. നിൻ്റെ ആ സ്ഥാപനത്തിലൂടെ, നിൻ്റെ ആ ബിസിനസ്സിലൂടെ, നിൻ്റെ ആ തൊഴിലിലൂടെ, നിൻ്റെ ആ വിദ്യാഭ്യാസത്തിലൂടെ എൻ്റെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ കാരണമാകും വിധം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അത് വർദ്ധിക്കുവാനായി തുടങ്ങും. ആ ബിസിനസ് വർദ്ധിക്കുവാൻ തുടങ്ങിയ യേശുവിൻ നാമത്തിൽ ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക. അതെ, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. ദൈവമേ, ആശുപത്രി കിടക്കയിൽ എന്നോട് കൂടിരുന്നു എന്നെ സൗഖ്യമാക്കി നീ എൻ്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി വരുത്തുമെങ്കിൽ, എൻ്റെ ആയുസിൻ്റെ ഇതുവരെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. ഇനി എൻ്റെ സൃഷ്ട ജീവിതം അങ്ങയുടെ നാമമഹത്വത്തിനായി ഞാൻ പ്രയോജനപ്പെടുത്താം. മാതാവേ, പിതാവേ, പ്രാർത്ഥിക്ക്. സഹോദരി പ്രാർത്ഥിക്ക്. ഭയപ്പാടോടെ ആയിരിക്കുക. ആ രോഗത്തിൽ നിന്ന് നിനക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല. ആ ഭയം അതെ, ലൂസ് എന്ന മരുഭൂമിയുടെ അവസ്ഥ, അവിടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ആ മരുഭൂമിയുടെ ഏകാന്തതയും ഭയപ്പാടും ഇന്ന് മാറുവാൻ പോകുക. ആ രോഗം നിന്റെ ജീവിതത്തിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഭയം ഇന്ന് മാറുവാൻ പോകുക. എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കുക. നിന്നിലൂടെ അവൻ്റെ നാമം ഉയരുവാൻ തക്കവണ്ണം ലാസറിനെ ഉയർപ്പിച്ച ദൈവം നിന്നെ സൗഖ്യമാക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇപ്പോൾ സൗഖ്യമാകാ. ആ മരണക്കിടക്കയിൽ നിന്ന് ചിലരെ എൻ്റെ കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ പോകുക. പ്രാർത്ഥിക്ക്. യേശുവേ, അങ്ങനോട് കൂടിയിരുന്ന് എൻ്റെ തലമുറ ഈ ആശുപത്രി കിടക്കയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് എനിക്കൊപ്പം എൻ്റെ ജീവിതാവസാനം വരെ ആരോഗ്യത്തോടെ, ബലത്തോടെ എനിക്ക് കാണുവാൻ അവസരം തരുമെങ്കിൽ അവനിലൂടെ, എന്നിലൂടെ ഇനി അങ്ങയുടെ നാമം മാത്രമേ മഹത്വപ്പെടത്തുള്ളൂ. അതെ, ഇനി അങ്ങയുടെ നാമം മാത്രമേ മഹത്വപ്പെടത്തുള്ളൂ. ഉടമ്പടി ചെയ്ത് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതം ബഥേലായി മാറ്റും. അതെ, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഭവനമായി മാറും. എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ ഭവനമായി മാറും. നിങ്ങൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കും. ഒരു വടിയുമായി ഇല്ലായ്മയുടെ, ദാരിദ്ര്യത്തിൻ്റെ കഥ പറഞ്ഞും കടന്നു പോകുന്നവർ അതേ വർദ്ധിച്ച് വലിയ കൂട്ടമായി, എണ്ണത്തിൽ പെരുപ്പമുള്ള കൂട്ടമായി മടങ്ങുവാൻ പോകുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമല്ലോ. ഇതായിരിക്കണം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന. വചനം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. വിടുതൽ ലഭിക്കുന്നത് വരെ ആ സഹോദരനെ പോലെ ആ വിടുതൽ പ്രാപിച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. കർത്താവിൻ്റെ നാമം ഉയർത്തുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിലും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ് നിങ്ങൾ മുൻപോട്ട് വരുവാൻ, നിങ്ങൾ പ്രാപിക്കുവാനും വേണ്ടത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ പ്രാപിക്കുന്നവരാക്കി മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് പോലെ. എന്നാൽ കണ്ണടച്ചോ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒറ്റയ്ക്ക് തളർന്ന് തകർന്ന് നിരാശയോടെ ഒന്നും നേടിയെടുക്കുവാൻ കഴിയാതെ യാത്രകൾ പരാജയം മാത്രമായി ആ പരാജയ ഭാരം അനുഭവിച്ചായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ജോലി സ്ഥലങ്ങളിൽ ഇവർക്ക് നന്മയുണ്ടാകട്ടെ. ഇവർ കടന്നുപോയ യാത്രകൾ അനുഗ്രഹമായി തീരട്ടെ. തൊഴിലിടങ്ങൾ ഇവർക്ക് സമൃദ്ധി നൽകട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. തൊഴിലില്ലായ്മകൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലി സ്ഥലത്ത് ജോലിക്ക് വിരോധമായി എഴുന്നു നിൽക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. രാജ്യങ്ങൾ ഇവർക്ക് അനുഗ്രഹമായി നന്മയായി മാറട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. അമ്മേൻ. ദാരിദ്ര്യം മാറട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ. സാവകാശങ്ങൾ ലഭിക്കട്ടെ. പൈസ ഇടപാടുമായി ബന്ധപ്പെട്ട് കോടതികൾ കേസ് നടക്കുന്ന യേശുവിൻ നാമത്തിൽ സാവകാശം ലഭിക്കട്ടെ. അനുകൂലമായി നീതിയുള്ള വിധികൾ ഉണ്ടാകട്ടെ. സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ. അവകാശങ്ങൾ ലഭിക്കട്ടെ. അവകാശങ്ങളുടെ മേലുള്ള ശത്രുവിൻ്റെ കടന്നുകയറ്റങ്ങൾ തകർക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ വർദ്ധിച്ചു വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. നല്ല അഡ്മിഷനുകൾ ലഭിക്കട്ടെ.
ആമേൻ ആമേൻ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. അഡ്മിഷനുമായി ഭാരപ്പെട്ട് ബാധിക്കപ്പെട്ട് ഒരു വർഷം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന മക്കൾ, അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. യെസ്, അഡ്മിഷൻ ലഭിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. വിശാലത ഇവർ അനുഭവിക്കട്ടെ. മോശ സ്വഭാവങ്ങൾ, മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. തലമുറകൾ, കുടുംബനാഥന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവഹിതമല്ലാത്ത സകല വഴികളും അടഞ്ഞു പോകട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. സ്തോത്രം. ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശ രാജ്യത്ത് പലവിധമാകുന്ന പ്രശ്നങ്ങളിൽ പെട്ടായിരിക്കുന്നവർ, മൈഗ്രേറ്റ് ചെയ്യപ്പെടുവാൻ കഴിയാതെ പലവിധമാകുന്ന ലീഗൽ ഇഷ്യൂസിൽ പെട്ടായിരിക്കുന്നവർ, സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. നല്ല സ്പോൺസർമാരുണ്ടാകട്ടെ. ബിസിനസ്സുകളും കച്ചവടങ്ങളും അനുഗ്രഹമായി തീരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് പകലിൽ ഏതൊക്കെ വിഷയങ്ങളുടെ മധ്യത്തിൽ അടിയനൊപ്പമായിരിക്കുന്നവർ പ്രാർത്ഥിച്ചായിരിക്കുന്നു, ആ വിഷയങ്ങൾക്കൊക്കെ മറുപടി നൽകി അങ്ങയുടെ നാമം ഇവരോട് ഉയരുവാനുള്ളത് അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസ് അവർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.